ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും ഹരിത പ്ലാന്റ് നഴ്സറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് കൊറിയർ അയക്കാനുണ്ട് കേട്ടോ. അപ്പോൾ മെച്ചുറായിട്ടുള്ള പ്ലാന്റ് നോക്കി സെലക്ട് ചെയ്ത് വെക്കുവാണേ. നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ പിടിപ്പിച്ച പ്ലാന്റ്സാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2-3 പേർക്ക് ഇന്ന് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാന്റ്സൊക്കെ എടുത്ത് വെക്കുവാണ് രാവിലെ തന്നെ. ഈവനിങ് ആണ് നമുക്ക് കൊറിയർ വണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എല്ലാം പാക്ക് ചെയ്തൊക്കെ വെക്കും. എന്നാലാണ് ഉച്ച കഴിയുമ്പോഴത്തേനും നമുക്ക് അവർക്ക് കൊടുത്തു വിടാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് കുറച്ച് ഐവറി പ്ലാന്റ്സിൻ്റെയും അതുപോലെ ഡബിൾ വൈറ്റ്, പർപ്പിൾ ഈ രണ്ടിൻ്റെയും കൂടെ കുറച്ച് കട്ടിങ്സൊക്കെ എടുത്ത് പിടിപ്പിക്കാനുണ്ട് കേട്ടോ. നമ്മൾ കട്ടിങ്സ് പിടിപ്പിക്കാൻ വേണ്ടി എടുക്കുന്നത് ഇളം തണ്ടുകളാണ്. അപ്പോൾ മെച്യൂർഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സിൽ നിന്നാണ് നമ്മൾ ഈ കട്ടിങ്സ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ അയക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിക്കുകയും ചെയ്യും. നടാൻ വേണ്ടി നമ്മൾ പറമ്പിലെ സാധാ മണ്ണാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പെറ്റൂണിയ പ്ലാന്റ്സ് വളരെ സെൻസിറ്റീവ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നടാൻ വേണ്ടി നമ്മൾ ഒരിക്കലും വളങ്ങളൊന്നും പ്രയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് മണ്ണിലൊന്ന് ജസ്റ്റ് കമ്പ് കുത്തിവെച്ചാൽ മാത്രം മതിയാവും. ചിലപ്പോൾ ഒരു 50 എണ്ണമൊക്കെ പിടിപ്പിക്കുമ്പോൾ ഒരു 10, 20, 30 നമുക്ക് പിടിച്ച് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ പലരും പറയുന്നുണ്ട് ലീഫ് പ്രൊപ്പഗേഷൻ പെറ്റൂണിയയിൽ നടക്കുന്നുണ്ടെന്ന്. പരീക്ഷണാർത്ഥം ഞാനും കുറച്ച് ലീഫ് കട്ട് ചെയ്ത് ജസ്റ്റ് കുത്തി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല, പിടിക്കുമോ ഇല്ലേ എന്നുള്ളത് നോക്കാം. അപ്ഡേഷൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ. അപ്പോൾ പെറ്റൂണിയ പ്ലാന്റ്സ് വേണ്ടവർ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. ഇവിടെ മെച്ചുറാവുന്ന പ്ലാന്റ് ആകുന്നത് പോലെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.